ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 14. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടേതാണ് ചെമ്പകപ്പൂക്കൾ. വിൽപ്പനയ്ക്കായിരിക്കുമെന്ന് കരുതി കുറച്ച് പൂക്കൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതല്ല, അവരുടെ മകൾക്ക് വേണ്ടി തുലാഭാരം നടത്താനാണത്രേ. കാർത്തിക് പറഞ്ഞു. ചെമ്പകപ്പൂക്കൾ കൊണ്ട് തുലാഭാരമോ? ഇത്രയും പൂക്കൾ അവർക്ക് എവിടെ നിന്നായിരിക്കും? മീര അത്ഭുതപ്പെട്ടു. എനിക്കും കേട്ടപ്പോൾ ഇതേ സംശയമുണ്ടായി. സാധാരണ ചെമ്പകപ്പൂക്കൾ അങ്ങനെ സുലഭമായി വിൽപ്പനയ്ക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ സംശയം അവരോട് പറഞ്ഞു. അവരുടെ മകൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരു പനി വന്നതിന് ശേഷം ശരീരം മുഴുവൻ ചുവന്ന തടിപ്പുകളുണ്ടായി. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടൊന്നും മാറിയില്ല. പിന്നെ അവരുടെ വീട്ടിൽ ഭിക്ഷാടനത്തിന് വന്ന ഒരാളാണ് അവരോട് പറഞ്ഞത് ഇടുക്കിയിലൊരു ദേവീക്ഷേത്രം ഉണ്ടത്രേ. വളരെ ചെറിയൊരു അമ്പലമാണ്. അവിടുത്തെ ദേവിക്ക് ചെമ്പകമാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചെമ്പകം കൊണ്ടൊരു തുലാഭാരം നടത്താമെന്ന് ഇവർ നേർന്നിരുന്നു. പക്ഷെ അവർക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുട്ടിക്ക് 17 വയസ്സായി. ഇത്രയും പൂക്കൾ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് തമിഴ്നാടും കർണാടകയിൽ നിന്നുമൊക്കെ പോയാണ് അവർ ഇത്രയും പൂക്കൾ വാങ്ങിയിരിക്കുന്നത്. എന്തായാലും മീരയെ പരിചയപ്പെട്ടത് മുതൽ ചെമ്പകം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുപോലെ എവിടെ പോയാലും ചെമ്പകം കാണാം. എന്നെ പരിചയപ്പെട്ടത് മുതലൊന്നും ആയിരിക്കില്ല. സാറ് മുൻപും ഇതുപോലെ ചെമ്പകം കണ്ടിട്ടുണ്ടാകും. പക്ഷെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴായിരിക്കും എന്ന് മാത്രം. എന്തായാലും നല്ല കാര്യമല്ലേ? നല്ല സുഗന്ധമുള്ള പൂക്കളല്ലേ? പിന്നെ ചെമ്പകം കൊണ്ട് തുലാഭാരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അത് മീര പറഞ്ഞത് ശരിയാണ്. ഈ കമ്പാർട്ട്മെന്റ് മുഴുവൻ ചെമ്പകത്തിന്റെ മനം മയക്കുന്ന സുഗന്ധമാണ്. പിന്നെ എനിക്ക് പരിചയമുള്ള പൂക്കൾ തന്നെയാണ് ചെമ്പകം. പക്ഷേ ഈ പൂക്കൾക്ക് ഇത്രയേറെ സുഗന്ധമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന മീരയിൽ നിന്നാണ്. കാർത്തികനുള്ള മറുപടിയായി മീര ഒന്ന് ചിരിച്ചു. എന്നിട്ട്, എന്തോ ഇത്രയും സുഗന്ധപൂരിതമായ യാത്രയ്ക്കും ഞാനാണ് കാരണമെന്ന് പറഞ്ഞില്ലല്ലോ. മീര കളിയായി പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം, കാർത്തിക് പറഞ്ഞു. എന്നാൽ ഞാൻ കാരണം സാറിന് ഇനിയും ഒരുപാട് സുഗന്ധപൂർണമായ നിമിഷങ്ങൾ ലഭിക്കട്ടെ. സാർ ഇപ്പോൾ എവിടെ എത്തി? സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടേ ഉള്ളൂ. മീനു അടുത്തുണ്ടോ? ഇല്ല, അവൾ മുറിയിലാണ്. ഞാനൊരു പുസ്തകം വായിക്കാമെന്ന് കരുതി ഹാളിൽ വന്നിരിക്കുകയാണ്. വല്യമ്മയോട് എൻ്റെ അന്വേഷണം പറയൂ. പറയാം. സാറിൻ്റെ അമ്മയും നാട്ടിലേക്ക് എപ്പോഴാണ് വരിക? ചേച്ചി ഡെലിവറി കഴിഞ്ഞ് അമ്മ വരൂ. അമ്മയും ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ പ്രയാസം അമ്മയ്ക്കുണ്ട്. ചേച്ചിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അത്രയും അവസ്ഥയായതുകൊണ്ടാണ് അമ്മ പോയത്. സാറിൻ്റെ വീട്ടിലിപ്പോൾ ആരും ഇല്ലല്ലോ? ഇപ്പം ആരുമില്ല. അമ്മയ്ക്ക് ഒരുപാട് പൂച്ചെടിയും പച്ചക്കറികളെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കാൻ അമ്മ പോകുമ്പോൾ ഒരു ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കിയാലേ സമാധാനമാവുള്ളൂ. അമ്മ പോയിട്ട് എത്രയായി? സാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷമാണോ? അമ്മ പോകുന്നതിന് മുൻപേ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാ. പിന്നെ അമ്മ പോകുന്നത് വരെ ഞാൻ ലീവ് എടുത്തിരുന്നു. പിന്നെ 1-2 വട്ടം ഞാൻ ചോദിക്കണമെന്ന് കരുതി. പിന്നെ മീര എന്ത് കരുതുമെന്ന് വിചാരിച്ച് ചോദിച്ചില്ല. മീരയുടെ വിവാഹം? ചോദ്യം മുഴുവിക്കാതെ കാർത്തിക് പറഞ്ഞു നിർത്തി. വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു വിവാഹ നിശ്ചയം വരെ എത്തിയതായിരുന്നു. പക്ഷെ അത് മുടങ്ങിപ്പോയി. കാർത്തിക് ഒന്ന് മൂളുക മാത്രം ചെയ്തു. മീരയെക്കുറിച്ചറിയാൻ കാർത്തികിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും കൂടുതലൊന്നും ചോദിക്കാൻ കാർത്തികിന് ഒരു മടി തോന്നി. മൂസാക്കാൻ്റെ ചായക്കടയിൽ സാർ ദിവസവും പോകാറുണ്ടോ? മീര ചോദിച്ചു. അവിടെ തന്നെയാണ് എൻ്റെ ഭക്ഷണം. ഹോസ്റ്റലിലായതുകൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ക്യാൻറ്റീനുണ്ട്. പക്ഷെ മൂസാക്കാൻ്റെ കടയിൽ ആ ഒരു വൈബും ആളുടെ ഭക്ഷണവും അത് അടിപൊളിയല്ലേ. അങ്ങനെ അവിടെ തന്നെ കൂടി. എനിക്ക് എന്തായാലും ആ അനുഭവം ഇഷ്ടമായില്ലേ? പിന്നെ പറയാനുണ്ടോ? എൻ്റെ ലൈഫിൽ ഇത്രയും ഫീൽ തന്നൊരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല. എന്ത് മനോഹരമാണ് അവിടുത്തെ ചുമരുകൾ. ഓരോ ചിത്രത്തിനും എത്രയേറെ കഥകൾ പറയാനുണ്ടാകും അല്ലേ? സാറിന് മൂസാക്കാൻ നേരത്തെ പരിചയമുണ്ടോ? ഇല്ലടോ. എനിക്ക് രാവിലെ നേരത്തെ തന്നെ ചായ കുടിക്കുന്ന ശീലമുണ്ട്. രാവിലെ 5 മണിയാകുമ്പോഴേക്കും മൂസാക്ക ചായക്കടയിലെത്തും. ഞാൻ അങ്ങനെ പോയി തുടങ്ങി പരിചയപ്പെട്ടതാ. സാർ എത്ര പെട്ടെന്നാണ് ആളുകളുമായി അടുക്കുന്നത്. സാർ ഭക്ഷണം കഴിച്ചോ? ഇല്ല, മൂസാക്കാന്റെ കടയിൽ നിന്ന് ഊത്തപ്പവും ചട്നിയും വാങ്ങിച്ചിട്ടുണ്ട്. നേരെ ഒരുപാടായില്ലേ? സാർ കഴിച്ചോളൂ. പൂക്കളുടെ സുഗന്ധവും ആസ്വദിച്ച് സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് ഇന്നത്തെ സാറിന്റെ രാത്രി മനോഹരമാവട്ടെ. കാർത്തിക് ഒന്ന് ചിരിച്ചുകൊണ്ട്, എന്നാ ശരി മീര, ഗുഡ് നൈറ്റ്. കോൾ കട്ട് ചെയ്തതിനു ശേഷം കാർത്തിക് ബാഗിൽ നിന്നും ഭക്ഷണപ്പൊതി എടുത്ത് തുറന്നു. വാഴയിലയിൽ പൊതിഞ്ഞ ഊത്തപ്പവും ചട്നിയും. കാർത്തിക് ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് മീരയ്ക്ക് വാട്സപ്പിൽ അയച്ചു. തൊട്ടടുത്ത് ചെമ്പകമായി ഇരിക്കുന്ന ആ സ്ത്രീ മാത്രമായതിനാൽ കാർത്തിക്കിന് ഭക്ഷണം കഴിക്കാൻ മടി തോന്നിയില്ല. സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ കൂടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാർത്തികും കഴിക്കാറുള്ളൂ. എൻ്റെ ഭക്ഷണപ്പൊതിയിൽ നിന്നും പകുതിയെടുത്ത് ആ സ്ത്രീക്കും കാർത്തിക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് ആ സ്ത്രീക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയപ്പോൾ, ഒരുപാട് സന്തോഷം മോനെ, നല്ല ഭക്ഷണമായിരുന്നു. വളരെ നന്ദിയോടെ ആ സ്ത്രീ കാർത്തികിനോട് പറഞ്ഞുകൊണ്ട് തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ചെടിയെടുത്ത് കാർത്തികിന് നേരെ നീട്ടി. ഇതെന്ത് ചെടിയാണെന്നറിയാതെ കാർത്തിക് ആ സ്ത്രീയെ നോക്കി. ചെമ്പകത്തൈയാണ് മോനെ, തമിഴ്നാട്ടിലെ ഒരു ഫാമിൽ നിന്ന് വാങ്ങിയതാ. വർഷം മുഴുവൻ പൂ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്.
ഈ ചെടി മോൻ വെച്ചോളൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ ചെമ്പകത്തെ കാർത്തികിനെ ഏൽപ്പിച്ചു. അവ സ്റ്റേഷനിൽ ഇറങ്ങി. കാർത്തിക് ആ ചെടിയെ തൻ്റെ ചാരി ഭദ്രമായി വെച്ച് അതിൻ്റെ ഇലകളിലൂടെ ഒന്ന് കൈയൊടിച്ചു. തൻ്റെ വെള്ളക്കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളം ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. മീരയെ പരിചയപ്പെട്ടത് മുതലാണോ തൻ്റെ ജീവിതം ചെമ്പകം ഒരു ഭാഗമായത്? അതോ മീര പറഞ്ഞതുപോലെ താൻ ഇപ്പോഴാണോ ശ്രദ്ധിച്ചു തുടങ്ങിയത്? വീണ്ടും ചെമ്പകം തൻ്റെ ഭാഗമായിരിക്കുന്നു എന്നോർത്തപ്പോൾ ചെറിയൊരു പുഞ്ചിരി കാർത്തികിന് മുഖത്ത് വിരിഞ്ഞു. പുസ്തകം വായിച്ചു കഴിഞ്ഞ് മീര വീണ്ടും ഫോണെടുത്ത് നോക്കിയപ്പോൾ കാർത്തിക് വാട്സപ്പിൽ അയച്ച മെസ്സേജ് കണ്ടു. കാർത്തിക് അയച്ച ഭക്ഷണപ്പൊതി കണ്ടപ്പോൾ മീരയുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. മറുപടി ഒന്നും നൽകാതെ മീര ഫോൺ ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. ഈ ഭാഗം ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.